വീടുകളും വിപണികളും വീഥികളും എല്ലാം ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ്. ചെറുതിൽ മഹത്വം ദർശിക്കുന്നതിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ക്രിസ്തുമസ്. ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജനിക്കുവാൻ കഴിയുമായിരുന്ന ക്രിസ്തുനാഥൻ ഒരു കുറുമ്പറാവിനെപ്പോലും യാഗമായിട്ട് അർപ്പിക്കുവാൻ ഗതിയില്ലാതിരുന്ന ദരിദ്ര കുടുംബത്തിലും തച്ചൻ്റെ കുടുംബത്തിലും ജനിച്ച് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രതീകമായി മാറി. അന്നത്തെ സ്മാർട്ട് സിറ്റികളായിരുന്ന ജെറുസലേമിലോ ജെറിഹോമിലോ ജനിക്കാമായിരുന്ന ക്രിസ്തുനാഥൻ യഹൂദ പ്രവിശ്യകളിലെ ചെറിയ പട്ടണമായ ബെത്ലഹേമിൽ ജനിച്ച് ഗ്രാമീണ ജനതയുടെ പ്രതീകമായി മാറി. വിശുദ്ധന്മാരുടെയോ പുരോഹിതന്മാരുടെയോ കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കാമായിരുന്ന താൻ അന്നത്തെ അവിഹിത ബന്ധത്തിലേർപ്പെട്ട ബർശേബയുടെയും താമാറിൻ്റെയും രാഹാബിൻ്റെയും ഒക്കെ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് പാരമ്പര്യം നിഷേധിക്കപ്പെട്ടവരുടെ പ്രതീകമായി മാറി. ക്രിസ്തുജനനത്തിൻ്റെ അടയാളങ്ങളെല്ലാം നിസാരവൽക്കരിക്കപ്പെട്ടതും പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ വസ്തുക്കളും വ്യക്തികളുമായിരുന്നു. ബലഹീനനായ ശിശു, ആട്ടിടയർ, കാലിത്തൊഴുത്ത് എന്നിവ നിസാരവൽക്കരിക്കപ്പെട്ടതിൻ്റെയൊക്കെ അടയാളങ്ങളാണ്. പണം, പ്രതാപം, പ്രശസ്തി എന്നിവയ്ക്ക് വില കൽപ്പിക്കുന്ന പ്രാഞ്ചിയേട്ടന്മാരുടെ പൊങ്ങച്ച സംസ്കാരത്തിൽ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ക്രിസ്തുമസ്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ.